Hello friends, welcome to our next video. So, കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഫ്ലട്ടറിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കോഴ്സിൻ്റെ സ്ട്രക്ചറും എന്തൊക്കെയായിരിക്കും നമ്മുടെ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. സോ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഫ്ലട്ടർ എന്താണെന്നുള്ളതും ഫ്ലട്ടറിന് യൂസ് ചെയ്തേക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റിയിട്ടും വിഡ്ജറ്റ്സിനെ പറ്റിയിട്ടുമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഫ്ലട്ടർ. സോ എന്താണ് ഫ്ലട്ടർ? വാട്ട് ഈസ് ഫ്ലട്ടർ? ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രെയിംവർക്കായിട്ട് നമുക്ക് ഫ്ലട്ടറിനെ കണക്കാക്കാം. അത് മാത്രമല്ല, ഇറ്റ് വാസ് ബിൽഡ് ഇൻ എ സിംഗിൾ ലാംഗ്വേജ്. ഡാർട്ട് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ് ഫ്ലട്ടർ ബിൽഡപ്പ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു സിംഗിൾ കോഡ് ബേസിൽ. കോഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് കോഡിനെയാണ് നമ്മൾ കോഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരൊറ്റ കോഡ് ബേസ് മതി നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് ആയിക്കഴിഞ്ഞാലും iOS ആയിക്കഴിഞ്ഞാലും നമുക്ക് ഒറ്റ കോഡ് ബേസിനകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അവിടെ സിംഗിൾ ലാംഗ്വേജ് ആൻഡ് സിംഗിൾ കോഡ് ബേസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ ആണ് യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ ഒരു iOS ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ C# അങ്ങനെയുള്ള ലാംഗ്വേജൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്ലട്ടറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരൊറ്റ ലാംഗ്വേജ് ഫ്ലട്ടർ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിംവർക്കിനകത്ത് തന്നെ കോഡ് ചെയ്ത് നമുക്ക് രണ്ടിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടുകൾ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് എന്തുകൊണ്ട് ഫ്ലട്ടർ? വൈ ഫ്ലട്ടർ? ഒന്നാമത്തെ കാര്യം, വളരെ ഈസിയാണ് ഫ്ലട്ടർ പഠിക്കാനായിട്ട്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഫ്ലട്ടറിലുള്ളൂ. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ആസ് കമ്പയർഡ് ടു ജാവ അല്ലെങ്കിൽ കോട്ട്ലിൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനേക്കാളുമൊക്കെ ഫാർ ബെറ്റർ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല സൈസ് കുറവായിരിക്കും നമ്മുടെ ഫ്ലട്ടറിനും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റുമാണ്, നല്ല റെസ്പോൺസീവാണ്. റെസ്പോൺസീവ് ആവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിലുള്ള ഓരോ പിക്സൽസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഫ്ലട്ടറിൻ്റെ എഞ്ചിന് സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അത്രത്തോളം റെസ്പോൺസീവായിട്ട് ഫ്ലട്ടർ മാറുന്നത്. അപ്പോൾ നമുക്കൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്ലട്ടറിനകത്ത് ഡിസൈൻസ് ആപ്ലിക്കേഷനാക്കി മാറ്റാനായിട്ട് പറ്റും. ആൻഡ് ഫ്ലട്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസ്, ദെൻ ആപ്ലിക്കേഷൻസ് ആൻഡ് ചെറിയ ചെറിയ ഗെയിം ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും. ഗെയിം അത്രത്തോളം ഡെവലപ്പായി വന്നിട്ടില്ല, പക്ഷേ 3.0 തൊട്ട് മുകളിലോട്ട് വരുന്ന എല്ലാത്തിനകത്തും ഗെയിമിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ അവസാനം ജസ്റ്റ് നമുക്ക് ഗെയിം ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. ആൻഡ് ദെൻ ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ളത് ഫ്ലട്ടറിൻ്റെത് ഡാർട്ടാണ്. ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജിനെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഡാർട്ട് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കണക്കാക്കുക. അതേപോലെ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോന്നിനെയും ഓരോ ഫംഗ്ഷൻസ് ആയിട്ടായിരിക്കും കണക്കാക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സാണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാർട്ട് പൊതുവെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു സ്ട്രോങ്ലി ടൈപ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി ഡാർട്ടിനെ പറ്റിയിട്ട് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഡാർട്ടും ഫ്ലട്ടറോട് ചേർന്നിട്ട് ഇനിയിപ്പോൾ ഫ്യൂഷ്യോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു OS ഗൂഗിൾ 2023 കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു IoT ബേസ്ഡ് ആയിട്ടുള്ളൊരു OS ആണ്. ആ ഒരു OS വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഈ ഡാർട്ടിൻ്റെയും ഫ്ലട്ടറിൻ്റെയും യൂസേജ് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാർട്ടും ഫ്ലട്ടറും. ഒക്കെ രണ്ടും ഗൂഗിളിൻ്റെ തന്നെയാണ്. ഡാർട്ട് എന്ന് പറയുന്ന ലാംഗ്വേജും അതിനകത്ത് അത് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഫ്ലട്ടർ എന്ന് പറയുന്ന ഫ്രെയിംവർക്കും രണ്ടും ഗൂഗിൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ദെൻ ഇനി നമുക്ക് ഫ്ലട്ടറിലേക്ക് വരാം. ഫ്ലട്ടർ എന്ന് പറയുന്ന സമയത്ത് ഫ്ലട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലട്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഡാർട്ട് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ്. ആൻഡ് ഇൻ ഫ്ലട്ടർ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, സാമ്പിൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണുന്ന ആ ഒരു സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു വിഡ്ജറ്റായിട്ട് കണക്കാക്കാം. വിഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ വിഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആ സാമ്പിൾ ആപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ഒരു വിഡ്ജറ്റാണ്. ആ മുകളിൽ കാണുന്ന നീല കളറിലുള്ള ആപ്പ് ബാർ അതൊരു വിഡ്ജറ്റാണ്. അതിന് താഴെ കാണുന്ന ആ ഒരു വെള്ള കളറിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏരിയ അതൊരു വിഡ്ജറ്റാണ്. ദെൻ സൈൻ ഇൻ, അതേപോലെ തന്നെ യൂസർ നെയിം, പാസ്വേഡ്, ഫോർഗെറ്റ് പാസ്വേഡ്, ലോഗിൻ,
അതേപോലെ തന്നെ വീണ്ടും താഴെ സൈൻ ഇൻ, ഇങ്ങനെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോരോ വിഡ്ജറ്റ്സ് ആണ്. ഓരോരോ വിഡ്ജറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതിനെല്ലാത്തിനെയും നമുക്ക് ബേസിക്കലി വിഡ്ജറ്റ്സ് എന്ന് കോൾ ചെയ്യാം. ഓക്കെ, ഇനി ഫ്ലട്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം വിഡ്ജറ്റ്സുകൾ ചേർന്നിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലട്ടർ ആപ്ലിക്കേഷൻസിന് ഒരു വിഡ്ജറ്റ് ട്രീ എന്ന് കോൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സിംഗിൾ കോഡ് ബേസ് ആണെന്നുള്ളത്. അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഒറ്റ സോഴ്സ് കോഡിനകത്ത് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് രണ്ടിന് വേണ്ടിയിട്ടും രണ്ടായിട്ട് iOSന് വേണമെന്നുണ്ടെങ്കിൽ iOSന്, ആൻഡ്രോയിഡ് വേണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന്, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ എക്സ്കോഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വിഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അതേസമയം ഫ്ലട്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ നമുക്ക് ലിനക്സിനകത്തും വിൻഡോസിനകത്തും അതേപോലെ തന്നെ iOSനകത്തും ഒരേപോലെ നമുക്ക് കോഡ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ എംബ്രേസ് ദ പ്ലാറ്റ്ഫോം ഡിഫറൻസസ്. iOS ആയിക്കഴിഞ്ഞാലും ആൻഡ്രോയിഡ് ആയിക്കഴിഞ്ഞാലും ഒരേപോലെ നമുക്ക് ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്ക്രീനിൽ കാണുന്ന ഓരോ പിക്സലിനകത്തും ഫ്ലട്ടറിൻ്റെ എഞ്ചിന് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ആ കാണുന്നൊരു ബട്ടൺ ആയിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ബട്ടൺ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ആൻഡ് അതുമാത്രമല്ല, ഇത്രത്തോളം പിക്സൽസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റെസ്പോൺസീവായിട്ടും അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫ്ലട്ടർ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് പോസിബിളാണ്. അപ്പോൾ നമുക്കൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻസും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഫ്ലട്ടർ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലട്ടറിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഡാർട്ടിലേക്കും ഫ്ലട്ടറിലേക്കും ഡീപ്പായിട്ട് ഡൈവ് ഇൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഡൗട്ട് വരുന്ന സമയത്ത് അതുകൂടെ ക്ലാരിഫൈ ചെയ്ത് പോകാം. ഓക്കെ, ഇനി ഇൻസ്റ്റാളേഷനെ പറ്റിയിട്ട് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലട്ടറിലേക്ക് ഡൈവ് ഇൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.